നമ്മൾ ഇന്നലെ ചെയ്ത ന്യൂസ് വീഡിയോയെ കുറിച്ച് നമ്മൾ ചില പ്രേക്ഷകരുടെ കമന്റുകൾ വന്നിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. അപ്പം നമ്മുടെ കൊടുത്ത സ്റ്റോറിയുടെ ഒരു ടൈറ്റില് ഗവർണർമാരുടെ ചിറകരിഞ്ഞു, സുപ്രീം കോടതി വിധി, ചരിത്ര വിധി വന്നിരിക്കുന്നു. അപ്പോൾ ചില കമന്റുകൾ വന്നത്, പ്രേക്ഷകരുടെ കമന്റുകൾ വന്നത്, ചിറകൊന്നും ഇല്ലായിരുന്നു, ചിറകുണ്ടെന്ന് ധരിച്ചിട്ട് ചില ഗവർണർ പുങ്കവന്മാർ ചിലതൊക്കെ കാട്ടിക്കൂട്ടി. തമിഴ്നാട്ടിൽ രവിയെ പോലെ, അല്ലെങ്കിൽ കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാൻ, ഇപ്പം ബീഹാർ ഗവർണർ, അങ്ങനെ കാട്ടിക്കൂട്ടി ചിറകുണ്ടെന്ന് ധരിച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അത്രയേ ഉള്ളൂ. ചിറക് അരിഞ്ഞതൊന്നുമില്ല, ചിറകില്ലായിരുന്നു, ഉണ്ടെന്ന് ധരിച്ചതിന്റെ പ്രശ്നമാണ്. ഇപ്പം സുപ്രീം കോടതി വിധിയിലുള്ള അത് വ്യക്തമാക്കി കഴിഞ്ഞു എന്ന് നമ്മുടെ പ്രേക്ഷകരൊക്കെ വളരെ ബുദ്ധിമാന്മാരാണ്. അവരുടെ ആ ഒരു വിലയിരുത്തൽ നമ്മളെ അഭിനന്ദിക്കുന്നു അങ്ങനെ പറഞ്ഞതിൽ. സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞാണ് ശരി. ചിറകില്ല, ഉണ്ടെന്ന് ധരിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ് അത്. തമിഴ്നാട് ഗവർണർ രവിക്കും ഇപ്പോൾ ബീഹാറിലേക്ക് പോയ മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പം ഭരിക്കുകയല്ല, ഇപ്പോഴെ ഗവർണർ സ്ഥാനത്തിരിക്കുന്ന അർലേക്കർക്കുമൊക്കെ ഇത് ബാധകമാണ്. അപ്പം അതുകൊണ്ട് ഈ രാജ്യം മുഴുവനും ബാധകമായ നിയമമായിട്ടാണ് സുപ്രീം കോടതി ഇന്നലെ അതിനെ വിധിച്ചത്. ഇപ്പം ചെന്നൈ സർക്കാർ കൊടുത്ത കേസിൻ്റെ അതിന്മേലാണല്ലോ വിധി വന്നത്. ഇപ്പോഴും കേരളം കൊടുത്ത കേസ് വിചാരണ ഘട്ടത്തിലാണ്, അന്തിമ വിധിയിലേക്ക് വന്നിട്ടില്ല. പശ്ചിമബംഗാൾ ഗവൺമെന്റ്, മമതാ ബാനർജി ഗവൺമെന്റ് കേസ് കൊടുത്തിട്ടുണ്ട്, അത് വിചാരണ ഘട്ടത്തിലാണ്. പഞ്ചാബ് ഗവൺമെന്റ് കൊടുത്തത് വിചാരണ ഘട്ടത്തിലാണ്. ഇപ്പോൾ വിധി വന്നത് തമിഴ്നാട് കൊടുത്ത കേസിലാണ്, സുപ്രീം കോടതിയിൽ. പക്ഷേ ഈ വിധി നിയമപരമായിട്ട് പറഞ്ഞാൽ ഈ വിധി രാജ്യം മുഴുവൻ ബാധകമാണ്. അപ്പം ഇനി മറ്റ് കേസുകളിൽ വരുന്ന വിധി എന്തായാലും ഈ വിധി അതിന് ഉപോത്ബലകമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സുപ്രീം കോടതി പ്രഖ്യാപിച്ച ഈ വിധി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. ഇനി വരുന്ന കേസുകളിലും ഈ വിധിന്യായം വെച്ചുകൊണ്ടായിരിക്കും അടുത്ത ജഡ്ജിമാരുടെ ജസ്റ്റിസ് നിയമപരമായിട്ടുള്ള വിധികൾ വരിക എന്നാണ് നിയമജ്ഞര്, നിയമത്തെ പറ്റി വളരെ ധാരണയുള്ള സുപ്രീം കോടതി അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവരും ഇപ്പോൾ അതിനെപ്പറ്റി പ്രതികരിച്ചത് അങ്ങനെയാണ്. ദേശീയ മാധ്യമങ്ങളിൽ ജസ്റ്റിസുമാർക്ക് പറയാൻ പറ്റില്ലല്ലോ അവരുടെ പദവി വെച്ചിട്ട്. പക്ഷേ സുപ്രീം കോടതിയിൽ വാദിക്കുന്ന പ്രമുഖ അഭിഭാഷകർ ഉൾപ്പെടെ ഇപ്പം ഇതിനെപ്പറ്റി പ്രതികരിച്ചിരിക്കുന്നത് ഈ വിധി രാജ്യം മുഴുവൻ ബാധകമാണ്, തമിഴ്നാടിന് മാത്രമല്ല. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർ ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മാത്രമല്ല, ഈ ഗവർണർ പദവി തന്നെ എടുത്തു കളയണം എന്നാണ് ചില നിയമജ്ഞർ അഭിപ്രായപ്പെടുന്ന ഈ വിധിക്ക് പിന്നാലെ. കാരണം ഇത് ഫ്യൂഡൽ സംസ്കാരത്തിന്റെ ഒരു അവശിഷ്ടം മാത്രമാണ് ഗവർണർ പദവി. അത് എടുത്തു കളയേണ്ട കാലം കഴിഞ്ഞു. കാരണം ഇത് ഒരു എച്ചിൽ പോലെ ഒരു സാധനമാണ് ഗവർണർ പദവി. ഫ്യൂഡൽ സംസ്കാരത്തിന്റെ ഒരു ബാക്കി പത്രമാണ്. സംസ്കാരചിത്തരായ ഒരു സമൂഹം അല്ലെ രാജ്യം എത്രയും വേഗം ഗവർണർ പദവി ഒഴിവാക്കണം എന്നാണ് പല നിയമജ്ഞരും ഈ വിധിക്ക് ശേഷം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പ്രതികരിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഗവർണർമാർ മര്യാദരാമന്മാരായില്ലെങ്കിൽ ഇനിയും ജുഡീഷ്യൽ റിവ്യൂ ഇതുപോലെ വരും. ഒന്നുകൂടി പറയാം, ഇപ്പൊ ഗവർണർമാരായിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ചട്ടുവങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഗവർണർമാര് ഓർക്കുക, നിങ്ങൾ മര്യാദരാമന്മാരായിട്ട് നിയമം മാനിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനിയും ജുഡീഷ്യൽ റിവ്യൂ ഇതുപോലെ വരും. നിങ്ങൾക്കിനി ബില്ല് അടയിരിക്കാൻ പറ്റൂല. മനസ്സിലായല്ലോ? ആകെ 1 മാസം മുതൽ 3 മാസം വരെ. അത് കഴിഞ്ഞാൽ ചെയ്തേ പറ്റുള്ളൂ പരിപാടി. രാഷ്ട്രപതിക്ക് അയക്കണമെങ്കിൽ അയക്കാം, അതിന് 3 മാസം. സംസ്ഥാന സർക്കാർ നിയമസഭ പാസാക്കിയ ഒരു ബിൽ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒപ്പിടാം, അല്ലെങ്കിൽ തിരിച്ചയക്കാം. കൈ വെച്ചുകൊണ്ട് അടയിരിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിച്ചു സുപ്രീം കോടതി. മനസ്സിലായോ ഗവർണർമാരെ? തിരിച്ചയച്ചാൽ നിയമസഭ വീണ്ടും പാസ്സാക്കിയാൽ പിന്നെ ഒപ്പിടുക, ഷൂ വരയ്ക്കുക, വേറൊരു അധികാരം നിങ്ങൾക്കില്ല. പിന്നെ കൺകറന്റ് ലിസ്റ്റ് വരികയാണെങ്കിൽ ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ കൂടെ അധികാരപരിധി വരുന്നതാണെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. അതിന് 3 മാസം മാത്രമേ ഉള്ളൂ സമയം. 5-6 വർഷം ഇല്ല, 3-4 വർഷം ഇല്ല എന്ന് ഗവർണർമാർ മനസ്സിലാക്കി അവർക്ക് കൊണ്ടാണ്. സുപ്രീം കോടതി കൃത്യമായ അജണ്ട നിയമം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനപ്പുറത്ത് ഒരു ഗവർണർക്ക് ഇനി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രവർത്തിച്ചാൽ ആ ഗവർണർ പദവി ഇല്ലാതാക്കാൻ ജുഡീഷ്യൽ റിവ്യൂ അധികാരം കോടതിക്കുണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എടോ ഗവർണറെ, സുപ്രീം കോടതി പറഞ്ഞതിന്റെ പച്ച മലയാളം പറയും, എടോ ഗവർണറെ, പരമാവധി 3 മാസം രാഷ്ട്രപതിക്ക് നിങ്ങൾ അയച്ചോ, 3 മാസത്തിന് മുമ്പിൽ അയക്കണം. അല്ലെങ്കിൽ നിങ്ങൾ
തിരിച്ചയച്ചാൽ വീണ്ടും നിയമസഭ പാസാക്കിയ ഷൂ വരച്ച് ഒപ്പിട്ട് കൊടുക്കുക. അതിനപ്പുറത്ത് ഒരു വീറ്റ് ഒരു മണ്ണാങ്കട്ട് ഒരു അധികാരം നിങ്ങൾക്കില്ല. മനസ്സിലായോ? ഇനി അങ്ങനെ ഉണ്ടെന്ന് ധരിക്കുന്ന ഈ ഫ്യൂഡൽ സംസ്കാരത്തിന്റെ ഈ അവശിഷ്ടങ്ങൾ ഈ എച്ചിലെ ഗവർണർമാര് അങ്ങനെ വല്ലതും ചെയ്താൽ ഇപ്പോഴും ഇനിയും സുപ്രീം കോടതി ജുഡീഷ്യൽ റിവ്യൂ വരും. ആ ഗവർണറെ അസ്ഥിരപ്പെടുത്തി. ആ ഗവർണർ ഇനി ആ സംസ്ഥാനത്തിന്റെ ഗവർണർ അല്ല. കേന്ദ്രം സർക്കാർ പുതിയ ഗവർണറെ വെച്ചോളൂ. ആ ഗവർണറുടെ പദവി അവിടെ തീർന്നു എന്ന് കോടതി വിധിക്കും. കാരണം വലിയ ആദരിക്കുന്ന പദവിയാണല്ലോ ഹിസ് എക്സലൻസി എന്ന് വിളിക്കുന്ന പദവിയെ തമിഴ്നാട്ടിലെ രവി എന്ന് പറയുന്ന ഗവർണറും കേരളത്തിൽ ഇരുന്ന 5.5 കൊല്ലം ഇരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറും അതുപോലെ കുറെ ഗവർണർമാരുണ്ടല്ലോ, ഹിസ് എക്സലൻസി എന്ന ഈ പദവിയെ വെറും എച്ചിലാണെന്ന് പ്രഖ്യാപിച്ച സുപ്രീം കോടതിയുടെ വിധി കാണുക. നിങ്ങളെ കാത്തിരിക്കുന്ന ഇതാണ്. ഇനി ഈ വിധി ആർട്ടിക്കിൾ 200 വെച്ച് വ്യാഖ്യാനിച്ച് ആർട്ടിക്കിൾ 144 ഭരണഘടന പ്രകാരം സുപ്രീം കോടതി വിധി രാജ്യം മുഴുവൻ ബാധകമായ നിയമമാണ്. കാലം മാറി. ഇതൊരു എച്ചിൽ ഫ്യൂഡൽ സംസ്കാരത്തിന്റെ അവശിഷ്ടം ഗവർണർ പദവി. ഇത് മാറ്റേണ്ട കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കോടതിയുടെ വിധിയുടെ സാരാംശം, അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കും.